ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറിൻ കീറ്റോൺ അല്ലെങ്കിൽ അസറ്റോൺ ടെസ്റ്റിനെ പറ്റിയാണ്. ഏകദേശം 50 രൂപ വില വരുന്നൊരു ടെസ്റ്റാണിത്. പ്രധാനമായിട്ടും യൂറിനിൽ അസറ്റോൺ അല്ലെങ്കിൽ കീറ്റോണിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ യൂറിനിൽ കീറ്റോണിൻ്റെ പ്രസൻസ് ഉണ്ടാകാറില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ യൂറിനിൽ കീറ്റോണിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നു. ഇനി എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ സെൽസുകൾ അഥവാ കോശങ്ങളിൽ എനർജി ലഭിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ വിഘടനം മൂലമാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ സെൽസുകൾക്ക് ഗ്ലൂക്കോസ് ലഭിക്കാതെ വരികയും അവ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നും എനർജി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ കൊഴുപ്പിൻ്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു അസിഡിക് പ്രൊഡക്റ്റാണ് ഈ കീറ്റോൺ അല്ലെങ്കിൽ അസറ്റോൺ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്ന ഘട്ടത്തിൽ ബ്ലഡിൽ ഈ കീറ്റോൺ ബോഡീസിൻ്റെ അളവ് കൂടുകയും അത് യൂറിനിലൂടെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കീറ്റോൺ ബോഡീസിൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലായിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം അസിഡിക് ആകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ കീറ്റോ അസിഡോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ കീറ്റോ അസിഡോസിസ് ഉണ്ടെങ്കിൽ ക്രമേണ അത് മരണത്തിന് വരെ കാരണമാകാറുണ്ട്. ഇനി ഏതൊക്കെ കണ്ടീഷനുകളിലാണ് യൂറിനിൽ കീറ്റോൺ ബോഡീസ് കാണിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രമേഹ രോഗികളിലാണ്. അനിയന്ത്രിതമായിട്ട് പ്രമേഹമുള്ള ആൾക്കാരിൽ അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കീറ്റോൺ ബോഡീസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദീർഘസമയം നീണ്ടു നിൽക്കുന്ന ഛർദി, അതേപോലെ തന്നെ വയറിളക്കമുള്ളവരിൽ ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ കൂടുതലായിട്ട് മദ്യപിക്കുന്നവരിൽ, ഭക്ഷണ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരിൽ, ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിൽ, എക്സസൈസ് ലോങ് ടൈമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരിൽ, സ്ത്രീകളിൽ പ്രഗ്നൻസി കാലയളവിലൊക്കെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീറ്റോൺ ബോഡീസിൻ്റെ പ്രസൻസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.